വണ്ടി ഷെവർലെറ്റ് ക്രൂസാണ് വണ്ടി. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കരമായിട്ട് ഹാർഡായിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി ഓടിച്ചിട്ട് തന്നെ കസ്റ്റമർ ഓടിച്ചിട്ട് തന്നെ ഏകദേശം ഒരു 6 മാസം 7 മാസത്തോളം ആവും. അങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുമായിരുന്നു വണ്ടി. അപ്പോൾ ഈ ക്ലച്ച് ഭയങ്കരമായിട്ട് ഹാർഡായി. പെഡൽ ഭയങ്കര ഹാർഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ്. ഇതിപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് സർവീസിന് എടുത്തിട്ട് വന്നതാണിത്. ഈ കസ്റ്റമറിൻ്റെ വേറൊരു വണ്ടി നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഇവിടെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ കോയമ്പത്തൂരിൽ നിന്ന് നമ്മളിപ്പോൾ എടുത്തിട്ട് വന്നു വെച്ചാൽ ടോയിൻ ചെയ്തിട്ടാണ് വന്നത് വണ്ടി. എന്താ വെച്ചാൽ ഓടിച്ചിട്ട് വരാൻ കഴിയില്ല. കറക്റ്റ് പക്കയായിട്ട് അതിൽ പിടിച്ച് നിൽക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഫ്ലൈ വീലിൽ പിടിച്ച് നിൽക്കുകയാണ് കംപ്ലൈൻറ്റ് എന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ക്ലച്ച് ഒന്നാമത്തെ ക്ലച്ച് നല്ല ഹാർഡാണ്. അതുമാത്രമല്ല ഗിയർ ഒട്ടും തന്നെ വീഴുന്നില്ല. ഗിയർ ഒട്ടും തന്നെ വീഴുന്നില്ലെങ്കിൽ നമ്മൾ ക്ലച്ച് ഡിസെൻഗേജ് ആവുന്നില്ല. പ്രഷർ പ്ലേറ്റ് പൊട്ടിയ പോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രഷർ പ്ലേറ്റ് അതിൽ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ്, ഫ്ലൈ വീലിൽ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് ഫീൽ ആകുന്നത്. നമ്മൾ എത്രയും മറ്റേ ഗിയറിലിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടും അത് ഫ്ലൈ വീലിൽ നിന്ന് ക്ലച്ച് വിടുന്നില്ല. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. ചില വണ്ടികളിലൊക്കെ ഇങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്ലൈ വീലിൽ കയറി ഇതിൻ്റെ ക്ലച്ചിൻ്റെ പ്ലേറ്റ് വന്ന് പിടിച്ച് നിൽക്കും. ആ സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടിയാലും അത് റിലീസാവില്ല, വിടില്ല. എന്ന് വെച്ചാൽ ഒരു പശപശപ്പ് പോലെ അങ്ങനെ പിടിച്ച് നിൽക്കും അതിനകത്ത്. അപ്പോൾ നമ്മൾ ഗിയർ ഇട്ടാലും ഗിയറും വീഴില്ല, ഒന്നും ആവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസെൻഗേജ് ആവുന്നില്ല. ക്ലച്ച് ചവിട്ടിയാലും ഡിസെൻഗേജ് ആവില്ല. പ്രഷർ പ്ലേറ്റ് ബാക്ക് വന്നെങ്കിലും നമ്മുടെ ക്ലച്ചിൻ്റെ പ്ലേറ്റ് ആ ഫ്ലൈ വീലിൽ തന്നെ ഒട്ടി നിൽക്കുന്നത് കൊണ്ട് എൻഗേജ് ആവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഗിയറിലിട്ടിട്ട് ക്ലച്ച് ചവിട്ടിയിട്ടൊന്ന് ക്രാങ്ക് ചെയ്യും. 2-3 പ്രാവശ്യം ക്രാങ്ക് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഗിയറിലിട്ടിട്ടൊന്ന് തള്ളിയാലും മതി. ചിലപ്പോൾ വിടേണ്ട ക്ലച്ചാണെന്നുണ്ടെങ്കിൽ ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് വിടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വിടണം. ഇതിൽ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു അങ്ങനെ, പക്ഷേങ്കിൽ ക്ലച്ച് ഒട്ടും തന്നെ വിടുന്നില്ല. അങ്ങനെയാണ് ടോയിൻ ചെയ്ത് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ നമുക്ക് പ്രഷർ പ്ലേറ്റും അതിൻ്റെ ക്ലച്ച് ഗിയർ ബോക്സും ഇറക്കിയിട്ട് ക്ലച്ച് സെറ്റ് മാറ്റിവിടുന്നത്. ഇതിപ്പോൾ ഏകദേശം കിലോമീറ്റർ 1,53,000 കിലോമീറ്റർ ഇതിനകത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. 2010 മോഡൽ വണ്ടിയാണ്. എന്തായാലും നമുക്കൊന്ന് ക്ലച്ച് ഗിയർ ബോക്സ് ഇറക്കിയിട്ട് എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കര ഹാർഡാണ്, ചവിട്ടാനേ പറ്റില്ല, അത്രയും ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഗിയർ ബോക്സ് ഇറക്കാം. ഇത് നമുക്ക് ഗിയർ ബോക്സ് ഇറക്കാനായിട്ട് ക്രോസ് കൂടെ ഇറക്കി താഴെ വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷാഫ്റ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട്. അയച്ചു കഴിഞ്ഞാൽ നമുക്കിത് വരാനായിട്ട് ഇവിടെ സ്പേസ് തീരെ കുറവാണ്. നമുക്ക് കുറച്ച് ഒരു പൊടിക്കേ ബാക്ക് വരുള്ളൂ. പിന്നെയും തള്ളി നീക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ക്ലച്ച് സെറ്റ് അഴിക്കുന്ന കണ്ടീഷനിലാക്കും. പക്ഷെ നമുക്ക് സെൻറ്ററൊക്കെ നോക്കാനായിട്ട് വലിയ പ്രയാസമാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രോസ് മെമ്പർ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഗിയർ ബോക്സ് ഇറക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിൻ്റെ ക്രോസ് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി പുറത്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ലോവർ ആം ബോൾ ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ വീക്ക് ആയിട്ടുണ്ട്, നല്ല ഷെയ്ക്കാണ് ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി സെറ്റോട് കൂടെ മാറിയിട്ട് നമുക്ക് ക്രോസ് മെമ്പർ അതിനകത്ത് കയറ്റാം. ഞങ്ങൾക്ക് നമ്മളിപ്പോൾ ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഗിയർ ബോക്സ് ഇതിൽ റിലീസ് ബെയറിംഗ് വരുന്ന ഇതാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ക്ലച്ച് സെറ്റ് മാറുമ്പോൾ റിലീസ് ബെയറിംഗ് കൂടെ മാറണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ക്ലച്ച് സെറ്റ് മാറിയിട്ട് പിന്നീടാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഗിയർ ബോക്സ് ഇറക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഇതോടെ കൈയോടെ തന്നെ അതിൻ്റെ റിലീസ് ബെയറിംഗ് കൈയോടെ മാറ്റിവിടാം. അത് ക്ലച്ച് സെറ്റിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഇതാണ്ടോ ഫുള്ള് കംപ്ലീറ്റും ബേണായിരിക്കുകയാണ്, ഒന്നുമില്ല ഇതിനകത്ത്, കംപ്ലീറ്റ് തേഞ്ഞ് പോയിരിക്കുകയാണ്. ഈ സൈഡ് 2 സൈഡും ക്ലച്ച് കവർ വരുന്നത് ഇല്ലേ. അത് മാത്രമല്ല ഇതിൻ്റെ ഫ്ലൈ വീലും കൂടെ കൈയോടുകൂടി മാറുന്നതായിരിക്കും ബെറ്റർ. എന്ന് വെച്ചാൽ റേറ്റ് നല്ലോണം ഉണ്ട്, ഏകദേശം 27 രൂപ റേഞ്ച് വരുന്നുണ്ട്. നല്ലോണം അത്യാവശ്യം നല്ല പ്ലേ ഉണ്ട്. ഇതിൻ്റെ പ്ലേ ചെറുതായിട്ട് വരുള്ളൂ, ഏകദേശം ഈ ഒരു പ്ലേയേ വരുള്ളൂ. ഇതിലിപ്പോൾ മാക്സിമം നല്ല പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലൈ വീലും കൂടെ ഇതിനകത്ത് മാറ്റിവിടാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലൈ വീല് വന്നിട്ടുണ്ട് ഷെവർലെറ്റ് ക്രൂസിൻ്റെ. ഇതെന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഡസ്റ്ററിനൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ഫ്ലൈ വീൽ തന്നെയാണ് ഇതിന് വരുന്നത്. ഡുവൽ മാസ് ഫ്ലൈ വീൽ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻജിൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് കൂടിയ എൻജിനാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലച്ച് വിടുമ്പോൾ പെട്ടെന്നുള്ളൊരു സ്റ്റാർട്ട് ആൻഡ് പിക്കപ്പിൽ ഒരു ആക്ഷൻ ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടാവും, സ്റ്റാർട്ട് ആൻഡ് പിക്കപ്പ്. അത് സ്റ്റാർട്ട് ആൻഡ് പിക്കപ്പ് കുറയ്ക്കാനല്ല, ആ വരുന്ന ടോർക്ക് ഉണ്ടല്ലോ, പെട്ടെന്നുള്ള പിക്കപ്പിലൊരു ടോർക്ക് ഉണ്ടാവും, പെട്ടെന്ന് തിരിയുമ്പോൾ ഒരു ടോർക്ക് ഉണ്ടാവും. ആ ഒരു കുത്തൽ വരാതിരിക്കാനാണ് ഈ ഡ്യുവൽ മാസ് ഫ്ലൈ വീല് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ വിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വന്നിട്ട് ഒരു ആക്ഷനും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഉണ്ടല്ലോ ഈ ഒരു ആക്ഷൻ ആ ഒരു ടോർക്ക് കുത്തലിനെ ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും.
ഈ ബൈക്കിലൊക്കെ എന്താ പറയുക, സ്ലിപ്പർ ക്ലച്ച് എന്നൊക്കെ പറയില്ലേ, എന്നാൽ ആ ഒരു ഫംഗ്ഷനല്ല, എന്നാലും അതുപോലെയൊക്കെ ഇരിക്കും ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ടോർക്ക് ഒരു ഇടി ഒഴിവായിട്ട് ഒരു സ്മൂത്ത് ഡ്രൈവിങ്ങിലേക്ക് കൊണ്ടുപോകും ഇതെന്ന് പറയുന്നത്. ഇത് പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്ലേ ആയി, കണ്ടില്ലേ, ഇത്രയും പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടും പ്ലേ ഉണ്ട്, കണ്ടില്ലേ, നമ്മൾ അപ്പ് ആൻഡ് ഡൗണും പ്ലേ ഉണ്ട് ഇതിനകത്ത്, അതുപോലെ ഇതും പ്ലേ ഉണ്ട്. ഇപ്പം നമ്മൾ പുതിയത് വന്നതിൽ ഒരു പ്ലേ ഉണ്ടാവും, പക്ഷേങ്കിൽ അത് ഇത്തിരി ടൈറ്റായിട്ടായിരിക്കും, ചെറിയൊരു പ്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ ആക്ഷൻ ഇങ്ങോട്ട് ആക്കി നല്ല ടെൻഷൻ ഉണ്ടാവും, ഇങ്ങോട്ട് ആക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവും. എന്നിട്ട് നേരെ റിട്ടേൺ ഈ നമ്മുടെ പൊസിഷനിലേക്ക് തന്നെ വന്ന് നിൽക്കുകയും ചെയ്യും ഇതിനകത്ത്. അത് മാത്രമല്ല ഈ ഒരു പ്ലേ ഇതിനകത്ത് ഉണ്ടാവില്ല, അപ്പ് ആൻഡ് ഡൗൺ പ്ലേ അതിനകത്ത് വരില്ല. ഇത് കണ്ടില്ലേ, ഇത് നല്ല പ്ലേ ആയിട്ടുണ്ട് ഇല്ലേ, നല്ല പ്ലേ ആണ്. അപ്പോൾ എന്തായാലും നമുക്കിത് സെറ്റ് ചെയ്തിട്ട് എന്തായാലും ഇത് നമ്മൾ ഈ ക്രൂസിൻ്റെ ഒക്കെ ക്ലച്ച് സെറ്റ് അഴിക്കുമ്പോൾ ഇതുകൂടെ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറൊരു കംപ്ലൈൻറ്റും കൂടെ വരും. നമ്മൾ ഈ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ കടക്കുന്നൊരു സൗണ്ട് വരും. അതും ഈ ഡുവൽ മാസ് ഫ്ലൈ വീലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ സൗണ്ടും വരുന്നത്. അപ്പോൾ ക്ലച്ച് മാറുമ്പോൾ എപ്പോഴും ഇതും കൂടെ ഫ്ലൈ വീലും കൂടെ മാറ്റി വിടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഇത്. നമ്മൾ എടുത്തിരിക്കുന്നത് ലൂക്കിൻ്റെയാണ്. ലൂക്കിൻ്റെ പക്ക ഒറിജിനലിൻ്റെ അതേ ഫലം ചെയ്യുന്ന സാധനമാണ്. അത് ഏകദേശം വന്ന് 33,000 അങ്ങനെ റേഞ്ച് വരുന്നുണ്ട് MRP. കണ്ടില്ലേ, അത്രയും റേറ്റ് ഉണ്ട്, കോസ്റ്റ്ലി ആണ് ഇത്. ഒരു ക്ലച്ചൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000-60,000 രൂപയുടെ ചിലവ് വരും ഈ ക്രൂസിനൊക്കെ. നല്ല വിലയുണ്ട്. അതുപോലെ തന്നെ ഡസ്റ്ററിനും ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ വരും. എല്ലാം കൂടെ വരുമ്പോൾ 40-45 രൂപ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഫ്ലൈ വീലിനാണ് ഏറ്റവും കോസ്റ്റ്ലി ആകുന്നത്, വില വരുന്നത്. ക്ലച്ചിനും അതുപോലെ തന്നെ നല്ല വിലയുണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്തായാലും നമുക്കിത് വണ്ടിക്കകത്ത് ഇത് ഫിക്സ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ലോവർ ആകുമ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്, പുതിയ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോവർ ആം ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇത് മൗൾഡായിട്ടാണ് വരുന്നത്, നമുക്ക് സെപ്പറേറ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോവർ ആം അസംബ്ലി ആയിട്ട് തന്നെ അത് മാറേണ്ടതായിട്ടുണ്ട്. ഒറിജിനൽ നല്ല വിലയുണ്ട്, ഏകദേശം ഒരു 15 രൂപ റേഞ്ചൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ അതർ മാർക്കറ്റാണ്, അതർ മാർക്കറ്റിലെ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഏകദേശം 8,000 അടുത്ത് വില വരുന്നുണ്ട് ഇത്. അപ്പോൾ നമുക്കിത് ഇതുകൂടെ നമുക്കിപ്പോൾ ക്രോസ് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലോവർ ആം കൂടെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രോസും കൂടെ കയറ്റാം. ക്രൂസിൻ്റെ വർക്ക് ഇപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നോക്കി, ബുദ്ധിമുട്ടൊന്നുമില്ല, പക്കയാണ് വണ്ടി. നല്ല പുള്ളിങ്ങും റൈസ് ആകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ മെയിനായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് ക്ലച്ചിൻ്റെ ഹാർഡ്നെസ്. ക്ലച്ചിൻ്റെ ഹാർഡ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. പുതിയ ക്ലച്ച് ഇട്ടപ്പോൾ നമ്മൾ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ എല്ലാ പാർട്സുകളും, ക്ലച്ച് സിലിണ്ടറും ഒഴികെ ബാക്കി എല്ലാ സാധനവും നമ്മൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പക്ക ഫ്രീ ആണ്. ഇത് കണ്ടില്ലേ, നമുക്ക് 2 പേരിൽ മതി ഫ്രീ ആയിട്ട്. ഞാൻ അത്ര സ്ട്രെയിൻ ചെയ്യുന്നേ ഇല്ല. വേണ്ട, എന്താ ഈ ഒരു വിരലുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അമർത്താം. അത്രയും ഫ്രീ ആണ് ഇപ്പോൾ ക്ലച്ച്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാല് കൊടുത്ത് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യണം. എന്ന് വെച്ചാൽ കാലിലേക്ക് അത്രയും സ്ട്രെയിൻ വരുന്നുണ്ടായിരുന്നു ക്ലച്ച്. ഇപ്പോൾ അത് പക്ക ഫ്രീ ആണ്, സ്മൂത്തായിട്ടാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഏകദേശം ഒരു 1 hour എങ്കിലും വണ്ടി സ്റ്റാർട്ടിങ്ങിലിടണം. സ്റ്റാർട്ടിങ്ങിലിട്ടിട്ട് വേണം, ലീക്ക് ഒന്നും ഇല്ലയെന്ന് കൺഫേം ചെയ്തിട്ട് വേണം വണ്ടി കൊടുക്കാനായിട്ട്. എന്താ വെച്ചാൽ നമ്മൾ അത്രയും പാർട്സുകൾ ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട്. ഗിയർ ബോക്സ്, അതുപോലെ ഡ്രൈവ് ഷാഫ്റ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഇറക്കിയത് കൊണ്ട് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ അയച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ റണ്ണിങ്ങിൽ ഇട്ടിട്ട് വേണം കംപ്ലീറ്റ് ലീക്ക് ചെക്ക് ചെയ്തിട്ട് വേണം ഡെലിവറി ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അതുപോലെ 1 മണിക്കൂർ റണ്ണിങ്ങിൽ ഇട്ടിട്ടുണ്ട്, വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല, സ്മൂത്ത് തന്നെയാണ്. അതുപോലെ തന്നെ അപാര പുള്ളിങ് ആയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ പുള്ളിങ് കുറവായിരുന്നു, ക്ലച്ച് ഹാർഡിനൊപ്പം പുള്ളിങ് കുറവായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ക്ലച്ചിൻ്റെ പ്ലേറ്റ് അത്രത്തോളം തേഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് അത്രയും എന്താ പറയുക പുള്ളിങ് കുറയാൻ ചാൻസ് ഉണ്ടായിരുന്നത്. ഇപ്പം അത് പക്ക പെർഫെക്റ്റ്ലി ആയിട്ടുണ്ട്. അല്ല, എഞ്ചിനും അതുപോലെ പക്ക സ്മൂത്തായിട്ടാണ് ഇപ്പോൾ റൺ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിതിലിപ്പോൾ ക്ലച്ചിൻ്റെ വർക്ക് കൂടാതെ നമ്മളിതിൽ എന്താ പറയുക ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ട്. അതുപോലെ മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ബ്രേക്കും അയച്ച് ക്ലീൻ ചെയ്തിട്ട് പക്ക ആക്കിയിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ നിർത്തിയിട്ട് വണ്ടിയാണ്, ഏകദേശം ഒരു 1 year വണ്ടി സ്റ്റില്ലായി നിന്നതാണ്. അപ്പോൾ ബ്രേക്കൊക്കെ ചെറിയൊരു ജാം ഉണ്ടായിരുന്നു, അതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് പക്ക പെർഫെക്റ്റ്ലി ആയിരുന്നു. അങ്ങനെയാണ് ഈ ക്ലച്ചും ഒരുപാട് ഹാർഡാകാൻ ചാൻസ് കൂടുതൽ. എപ്പോഴും ക്ലച്ച് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും ഹാർഡാകാൻ ചാൻസ് കുറവാണ്.
വണ്ടി നിർത്തിയിടുമ്പോഴാണ് ആ ഫിംഗർ പെട്ടെന്നും ഹാർഡാകുന്നതും ഈ ക്ലച്ച് ബുദ്ധിമുട്ടാകുന്നതും വരുന്നത്. പിന്നെ തേയ്മാനം വരുന്നത് ഓടിയിട്ടും അതുപോലെ ഹാഫ് ക്ലച്ചിൽ വിടുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ തേയ്മാനം വരുന്നത് ഇതിനകത്ത്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഗിയർ ബോക്സിൻ്റെയും അതുപോലെ ബ്രേക്ക് പാഡ് 2 ലോവർ ആം മാറിയിട്ടുണ്ട്, മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം എല്ലാം പക്ക ക്ലിയർ ആണ്. വണ്ടി ഇപ്പോൾ ഓടിക്കാൻ യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. റണ്ണിങ്ങും അതുപോലെ പക്ക സ്മൂത്താണ്. അതുപോലെ തന്നെ അണ്ടർ ബോഡി എല്ലാം നമ്മൾ അയച്ച പാർട്സുകൾ എല്ലാം നോക്കി ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ലീക്കൊന്നും ഇല്ലയെന്ന് കൺഫേം വരുത്തിയതിന് ശേഷം മാത്രം വണ്ടി ഡെലിവറി ചെയ്യുക. ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.